നമസ്കാരം. അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായാണ് ഇന്നത്തെ വീഡിയോ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ തുടങ്ങും? സർക്കാർ പറഞ്ഞ 3000 രൂപ പെൻഷൻ യാഥാർത്ഥ്യമാകുമോ? അനർഹരായവരെ ഒഴിവാക്കാനുള്ള പരിശോധന എത്രത്തോളം എത്തി? നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതിപക്ഷം ഉന്നയിച്ച വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ പ്രധാന വാർത്തയിലേക്ക് വരാം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ പെൻഷൻ വിതരണം 24-ാം തീയതി, അതായത് ജൂൺ മാസം 24-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പെൻഷൻ വിതരണം വൈകുന്നത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. പ്രായമായവർ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അവിവാഹിതരായ, 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ തുകയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും പെൻഷൻ വിതരണം സംബന്ധിച്ച വാർത്തകൾ വലിയ പ്രാധാന്യം നേടാറുണ്ട്. ഇത്തവണയും പെൻഷൻ ലഭിക്കുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി പലർക്കും ആശ്വാസം നൽകുന്നതാണ്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതെ തുടരാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സുഹൃത്തുക്കളെ, കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾക്കുള്ള ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കാർഷിക തൊഴിലാളി പെൻഷൻ, അവിവാഹിത സ്ത്രീ പെൻഷൻ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് നിലവിലുള്ളത്. ഇവയിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം ലഭിക്കുന്നു. പല വീടുകളിലും ഈ പെൻഷൻ തുകയാണ് പ്രധാന വരുമാന മാർഗം. അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം വൈകുമ്പോൾ സാധാരണ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിയമസഭയിൽ ഇന്ന് വിശദമായി ചർച്ച നടന്നു. നിയമസഭയിൽ ചർച്ച ഏറെ ശ്രദ്ധ നേടിയ മറ്റൊരു വിഷയം അനർഹരായ ഗുണഭോക്താക്കളെ സംബന്ധിച്ചായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: പെൻഷൻ ലഭിക്കേണ്ട യാഥാർത്ഥ്യ അർഹരായവരെ കണ്ടെത്തി സഹായം എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അർഹതയില്ലാത്ത ആളുകളും പട്ടികയിൽ തുടരുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ കണ്ടെത്തുന്നതിനായി പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സർക്കാർ കണക്കുകൾ പ്രകാരം വിവിധ ഘട്ടങ്ങളിൽ നിരവധി അനർഹരെ കണ്ടെത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യത്തിൽ അർഹരായവർക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാൻ സഹായിക്കുമെന്നും സർക്കാർ വിശദീകരിച്ചു. അതുപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്നവർക്കും പെൻഷൻ ലഭിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. ചർച്ചയിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. അതായത് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ ചിലർ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇത്തരം പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. യാഥാർത്ഥ്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ക്ഷേമ പെൻഷൻ നൽകേണ്ടത്. എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന കുടുംബാംഗങ്ങൾ ഉള്ളവരും ഇപ്പോഴും സാമ്പത്തികമായി മികച്ച നിലയിലുള്ളവരും ചിലപ്പോൾ പട്ടികയിൽ തുടരുന്നുണ്ടെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ച പരിശോധനകളുണ്ട്. അതായത് കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി ഗുണഭോക്താക്കൾക്ക് പരിശോധന സംബന്ധിച്ച നോട്ടീസുകൾ ലഭിച്ചിരുന്നു. ഇതോടെ പലരും ആശങ്കയിലായി. ഞങ്ങളുടെ പെൻഷൻ നിർത്തുമോ? അർഹത ലഭിക്കുമോ? വീട്ടിൽ ചില സൗകര്യങ്ങളുള്ളത് കൊണ്ട് മാത്രം പെൻഷൻ റദ്ദാക്കുന്നു എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത്. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി ചില വിശദീകരണം നൽകിയിട്ടുണ്ട്. AC ഉള്ള വീടുകൾക്ക് പെൻഷൻ ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ചിലർക്ക് വീട്ടിൽ AC ഉള്ളതിനാൽ പെൻഷൻ നിഷേധിക്കപ്പെടുന്ന തരത്തിലുള്ള പരാതികൾ ഉയർന്നു. ഇത് സംബന്ധിച്ച് നിയമസഭയിലും ചോദ്യം ഉയർന്നു. മുഖ്യമന്ത്രി നൽകിയ മറുപടി പ്രകാരം ഒരു കുടുംബത്തിന്റെ യാഥാർത്ഥ്യ സാമ്പത്തിക അവസ്ഥയാണ് പ്രധാനമായി പരിഗണിക്കുന്നത്. വീട്ടിൽ ഒരു ഉപകരണം ഉണ്ടെന്ന കാരണത്താൽ മാത്രം ആരെയും അനർഹരാക്കില്ല. പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവ പ്രത്യേകം പരിശോധിക്കും. കുടുംബ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. 3000 രൂപ പെൻഷൻ യാഥാർത്ഥ്യമാവുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം. നിലവിൽ ലഭിക്കുന്ന തുകയേക്കാൾ വലിയ വർധനവാണ് 3000 രൂപ എന്നത്. അത്തരമൊരു വർധനവ് നടപ്പിലാക്കിയാൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ സഹായമാകും. വിലക്കയറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകയും വർദ്ധിപ്പിക്കുമെന്ന് നിരവധി സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും വലിയ വെല്ലുവിളിയാണ്. സർക്കാർ വരുമാനവും ചെലവുകളും തമ്മിലുള്ള വ്യത്യാസം ഉയരുന്ന സാഹചര്യത്തിൽ അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നത് എളുപ്പമല്ല. ഇതാണ് വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. എന്താണ് സർക്കാർ പറയുന്നതെന്ന് നോക്കാം. സർക്കാർ നിലപാട് അനുസരിച്ച് ക്ഷേമ പെൻഷൻ പദ്ധതിക്ക് മുൻഗണന തുടരും. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായാലും സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ മുടക്കില്ലെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ വർധനവ് സംബന്ധിച്ച കാര്യങ്ങളും സർക്കാർ പരിഗണനയിലുണ്ടെന്ന് വിവിധ ഘട്ടങ്ങളിൽ സൂചനകൾ നൽകിയിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതോടെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ആശ്വാസം ലഭിക്കും. അതോടെ 3000 രൂപ പെൻഷൻ സംബന്ധിച്ച ചർച്ചകളും ശക്തമാകാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷം ഈ വിഷയം വീണ്ടും ഉയർത്തുമെന്ന് വ്യക്തമാണ്. സർക്കാരും തങ്ങളുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ടിരിക്കും. അതിനാൽ വരും ആഴ്ചകളിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ പ്രധാന കാര്യം
ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അനർഹമായ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള പരിശോധനകൾ തുടരും. വിദേശത്ത് താമസിക്കുന്നവരെയും അതുപോലെ അർഹതയില്ലാത്തവരെയും പട്ടികയിലുണ്ടോ എന്നുള്ളതും പരിശോധിക്കും. AC ഉള്ള വീടുകൾക്ക് മാത്രം പെൻഷൻ നിഷേധിക്കുന്നില്ലെന്നും പരാതികൾ പരിശോധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. 3000 രൂപ പെൻഷൻ വാഗ്ദാനത്തിന്റെ നടപ്പാക്കൽ സംബന്ധിച്ച് പ്രതിപക്ഷം ഇന്ന് വിമർശനം ഉയർത്തി. പെൻഷൻ വർധനവിനെ കുറിച്ചുള്ള അന്തിമ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടുള്ള. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.